ഹലോ ഗായ്സ്. അപ്പോൾ ഒരു പ്രാവശ്യം മൂവി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും അടുത്തൊരു മൂവി കാണാനും തീർച്ചയായിട്ടും ആഗ്രഹം വരും. കാരണം കാണാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയൊരു ആഗ്രഹം വരത്തില്ല കേട്ടോ. അപ്പം ഒരു പ്രാവശ്യം നമ്മൾ മൂവി കണ്ടത് കൊണ്ട് തന്നെ ഇനി അടുത്ത പ്രാവശ്യം കുട്ടികൾ കരയില്ല എന്നൊരു ചെറിയൊരു വിശ്വാസം അങ്ങ് ഉള്ളത് കൊണ്ട് അടുത്തൊരു മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ കുഞ്ഞായിന് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കിയായിരുന്നേ. കല്യാണി മോളാണെങ്കിൽ നല്ല ഉറക്കത്തില്ല. അപ്പൊ നമ്മൾ പോകുന്നത് 9:15 ഷോയ്ക്കാട്ടോ രാത്രിയില്. നൈറ്റ് ഷോയ്ക്കാണ് പോകുന്നത്. അപ്പൊ ഏട്ടൻ നേരത്തെ തന്നെ ഷോപ്പ് അടച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ റെഡിയായി. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോകുവാട്ടോ. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ 9 മണിയായി. ഇപ്പൊ 9:12 എന്നിട്ടും നമ്മൾ ഇതുവരെ എത്തിയില്ല. നമ്മൾ സ്പീഡിൽ പോവുകയാണ്. അങ്ങനെ നമ്മൾ നേരെ കുറവിലങ്ങാട് ബോസ്കോയിലാട്ടോ പോകുന്നത്. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടിയെ വെച്ചാണ് കല്യാണിക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത് കല്യാണീനെ നമ്മൾ റെഡിയാക്കി എടുത്തത്. അങ്ങനെ നമ്മൾ നേരെ ബോസ്കോയിൽ ചെന്ന് മൂവി കാണാൻ വേണ്ടി കേറി. കേറിയപ്പോ തന്നെ നമ്മൾ ലേറ്റ് ആയായിരുന്നു. കാരണം മൂവി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് മൂവി കാണാൻ കേറിയത്. അപ്പൊ നമ്മൾ കാണാൻ വന്ന പടം പള്ളിച്ചട്ടമ്പിയാട്ടോ. സൂപ്പർ മൂവിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പ്രാവശ്യം നമ്മുടെ കല്യാണി മോൾ ഒട്ടും കരഞ്ഞില്ല ട്ടോ. അവള് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരുന്നു. വണ്ടിയിൽ വെച്ച് കുറച്ചു നേരം കരഞ്ഞു. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയി കണ്ടിട്ട് വാ അമ്മേ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞു. എന്നാലും കേറി കഴിഞ്ഞപ്പോൾ അവള് കരഞ്ഞൊന്നുമില്ല ട്ടോ. പിന്നെ അവർക്ക് നമ്മൾ ഇന്റർവെൽ ആയപ്പോൾ പോയി സ്നാക്സും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു. പോപ്കോണൊക്കെ അതൊക്കെ കഴിച്ച് ഫുൾ മൂവിയും രണ്ടുപേരും ഇരുന്ന് കണ്ടു ട്ടോ. ഒരു കല്യാണി കുഞ്ഞായും ഉറങ്ങിയില്ല. കുഞ്ഞായിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ ഇരുന്ന് മൂവി എൻജോയ് ചെയ്തത്. കാരണം അടിസീനൊക്കെ വരുമ്പോ ഭയങ്കരമായിട്ട് കൈയടിച്ച് അമ്മേ ദേ ദേ നോക്കി ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ കുഞ്ഞായി. കാരണം അവർക്ക് അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇനിയൊക്കെ ഇടയ്ക്ക് ഓരോ മൂവി കാണാൻ പോവാം. അപ്പൊ അങ്ങനെ മൂവി എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി ട്ടോ. അപ്പൊ ഇറങ്ങിയപ്പോ തന്നെ സമയം ഏകദേശം 11:45 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അങ്ങനെ നേരെ 2 പിള്ളേരെയും കിടത്തി ഉറക്കി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.